ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത് അല്ലേ. ഉണക്കമുന്തിരിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറേ അധികം പേരുടെ സംശയമാണ് നമ്മൾ എങ്ങനെയാണ് ഉണക്കമുന്തിരി മാക്സിമം ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിൽ കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കുറേ പേരുടെ ഡൗട്ടാണ് അല്ലേ. അപ്പം ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് ഇതിനകത്ത് നാച്ചുറലായിട്ട് ഷുഗർ ഉണ്ട്, അതേപോലെ ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം മാക്സിമം അബ്സോർപ്ഷൻ ബോഡിയിലേക്ക് ഉണ്ടാവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട്, അതായത് തലേ ദിവസം ഓവർനൈറ്റ് ആയിട്ട് ഒരു 15 മുന്തിരി, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അളവായിട്ടാണ് നമ്മൾ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മതി. അപ്പം ഒരു അഡൽട്സിന് എടുക്കുകയാണെങ്കിൽ ഒരു 10 എണ്ണം, അല്ലെങ്കിൽ ഒരു 5-6 എണ്ണം, 5-6 എണ്ണം നമ്മൾ വെള്ളത്തിൽ ഒരു ഹോട്ട് വാട്ടറിൽ, നമ്മളതിനെ പറയും ആയുർവേദത്തിൽ പറയുന്നത് ഫാണ്ട എന്നാണ് പറയുന്നത്. ഹിമം ഫാണ്ട കൽപ്പന എന്ന് പറയുന്ന ഒരു 2 കൽപ്പനാസ് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഫാണ്ട കൽപ്പന, അതായത് ഹോട്ട് ഇൻഫ്യൂഷൻ, നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ ഉണക്കമുന്തിരി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് അതങ്ങനെ ഓവർനൈറ്റ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുക. എന്നിട്ട് മോർണിംഗ് എഴുന്നേറ്റതിന് ശേഷം വെറും വയറ്റിൽ, എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം നമ്മൾ കൺസ്യൂം ചെയ്യാൻ. ഇതിനകത്ത് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമുന്തിരിയുടെ എല്ലാ സത്തുക്കളും ഈ വെള്ളത്തിനകത്തോട്ട് ഡിസോൾവ് ആവുകയും വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ മാക്സിമം നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നു. അപ്പം ഏറ്റവും വേസ്റ്റ് കൺസ്യൂം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരി ചുമ്മാ കഴിക്കാം. അല്ലാതെ തന്നെ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡാണ്. ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇതിനകത്ത് നാച്ചുറൽ ഷുഗേഴ്സ് ഉണ്ട്, അതേപോലെ വൈറ്റമിൻസ്, മിനറൽസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് അയൺ, കാൽഷ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഈക്വലി നമ്മുടെ സ്കിൻ, ബോൺ ആൻഡ് ഹെയറിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഗ്ലൂട്ടത്തയോണായിട്ട് ഇത് ആക്ട് ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് ലിവറിനകത്തുള്ള അല്ലെങ്കിൽ ബോഡിയിലുള്ള പ്യൂരിഫിക്കേഷൻസ് നടത്തിയിട്ട്, ടോക്സിസിറ്റി റിമൂവ് ചെയ്തിട്ട്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്തിയിട്ട് നമ്മുടെ സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും റെസിൻ വാട്ടർ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച്. നമ്മളിത് കൺസ്യൂം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു 10 days നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത്, ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചത് ഏർലി മോർണിംഗ് കൺസ്യൂം ചെയ്യാം. ഇപ്പം 10 days കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 15 ദിവസം റെസ്റ്റ് ചെയ്യുക, അല്ലാതെ എടുക്കാതിരിക്കുക. നെക്സ്റ്റ് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ വരുന്ന സമയത്ത് തീരെ കുറച്ച്, അതായത് 1 ടീസ്പൂൺ ഒക്കെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ. ഓരോ അഡൽട്സിൻ്റെ കേസിൽ കോൺസ്റ്റിപ്പേഷൻ ഏറ്റവും ബെസ്റ്റാണ് റെസിൻ വാട്ടർ. അപ്പം ഇത് ലാക്സേറ്റീവായിട്ട് ഇത് ആക്ട് ചെയ്യും. കാരണം ഇതിനകത്ത് ഡയറ്ററി. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ വണ്ണം കുറയാനും ഇതിലൂടെ സഹായിക്കും. അടുത്തതായി പറയാനുണ്ടെങ്കിൽ, ഇതിനകത്ത് റിച്ച് ഇൻ അയൺ ആൻഡ് കാൽഷ്യം ആണ്. അയൺ ബോഡിയിൽ കുറയുന്നത്, അതായത് HB കുറയുന്ന ഒരവസ്ഥയിൽ, അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഇത് കൺസ്യൂം ചെയ്യുന്നതിലൂടെ HB ഇൻക്രീസ് ആവുകയും വിളർച്ച മാറുകയും ചെയ്യുന്നുണ്ട്. കാൽഷ്യം ഡെഫിഷ്യൻസി കുട്ടികളിലായാലും മെനോപോസിലുള്ള സ്ത്രീകൾക്കായാലും ഓസ്റ്റിയോപോറോസിസ്, ബോൺ ഡെൻസിറ്റി കുറയുന്ന ഒരവസ്ഥയിൽ ഇത് കൺസ്യൂം ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. ഇത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂടും. അതേപോലെ തന്നെ ഇത് ഫോസ്ഫറസ് റിച്ച് ആയതുകൊണ്ട് പിമ്പിൾ, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, ഹെയർ ഗ്രോത്ത്, ഇൻ്റലിജൻറ്റ് പ്രൊമോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഇത് ഗുഡ് ഡൈജഷൻ, അതേപോലെ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ്.